പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരാലംബരായിട്ടുള്ള മക്കളെ ഞങ്ങൾ തിരിച്ച് ഇപ്പോഴ് അങ്ങയുടെ തിരുസന്നിധിയിൽ വേദനയോടെ ഓർക്കുന്നു. സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ വിഷയം പോലും അവർക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാൻ പാലാത്തവർ, ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ ഭാഷ കൊണ്ട് പരിമിതപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, കർത്താവെ, അവരൊക്കെ നീ ഒരു ചോദ്യം പോലും ചോദിക്കാതെ പല മനുഷ്യരെയും നീ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ കാര്യത്തിൽ എല്ലാ തരത്തിലുമുള്ള ആൾക്കാരെ നമ്മുടെ ബലഹീനതയിലാണ് അവൻ ഏറ്റെടുത്തതെന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുന്നവൻ, ഞങ്ങളുടെ ബലഹീനത ഏറ്റെടുക്കുന്നവൻ,
പല ആൾക്കാർക്ക് ചിരിക്കാൻ പോലും പ്രയാസമാണ്. ചിലർക്ക് ഡിപ്രഷൻ ലുക്കാണ്. അവരെന്ത് പറഞ്ഞാലും അവർ ചിരിക്കത്തുമില്ല, സന്തോഷിക്കത്തുമില്ല, അവരെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമല്ല. ഇങ്ങനെ ബലഹീനമായിട്ടുള്ള വ്യക്തികളെ പോലും കർത്താവോട് ജീവിക്കുന്നതിന് മറ്റുള്ളവരെ സന്ധിപ്പിക്കുകയും അങ്ങ് അവർക്ക് പ്രത്യേകമായ കൃപയും അവരോട് മറ്റുള്ളവർക്ക് ഒരു താപവും എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങ് നിലനിർത്തുന്നുണ്ട്. കർത്താവെ, നിലനിൽപ്പിൻ്റെ വരം എല്ലാവർക്കും കൊടുക്കണം. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നാത്തിനാണ് എഴുന്നേറ്റത് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാനില്ലല്ലോ, ആരും നമ്മളെ സഹായിക്കാനില്ലല്ലോ, ആര് ഞങ്ങൾക്ക് വേണ്ടി ആ തടസ്സം മാറ്റിത്തരും എന്നുള്ള വിഷയം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇൻ്റർവ്യൂ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ഓർത്തിരുന്നെങ്കിൽ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നത്, പക്ഷേ ഞാൻ ഓർത്തില്ല. കഴിവില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഉടമ്പടി തന്നപ്പോൾ പറഞ്ഞത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ കഴിവിൽ ഇനി ആശ്രയിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ മതി. കൃപ അവൻ സൗജന്യ ദാനമായി എല്ലാവരിലേക്കും ഒഴുകുന്ന ഈ സമയത്ത് കർത്താവെ, അങ്ങയുടെ കൃപയ്ക്ക് അവകാശം ഓഹരിയാക്കാൻ ഞാനീ പ്രാർത്ഥിക്കുന്ന മക്കൾ അങ്ങ് പ്രത്യേകമായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അതുപോലെ തന്നെ ജീവിത പ്രയാസങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, ജീവിത മാർഗമില്ലാത്ത അവസ്ഥ, വരുമാന മാർഗമില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, കുടുംബം ഭാര്യാഭർത്തകമായി പിരിഞ്ഞ അവസ്ഥ, മക്കൾ അകലങ്ങളിൽ അകപ്പെട്ടു പോയ അവസ്ഥ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഞാൻ എൻ്റെ ജീവിത ചരിത്രമുണ്ട്. തെദേവ് എന്ന് പറയും. സ്വസ്ഥഗീത എൻ്റെ പേര്. അത് 15 പറ്റി എഴുതി തീർത്തതാണ്. അതിൻ്റെ കോപ്പികളെല്ലാം ഇപ്പം തീരാനായി. അത് വലിയ പുസ്തകമാണ്, 2000 പേജുള്ള പുസ്തകം. കാര്യം ഇത്രയും നാളെ ദൈവ വഴികളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ട്, കടന്നു പോകുന്ന വഴികളെല്ലാം. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന വരെയുള്ള, അതിനുശേഷം സഭയുടെ പഠനങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നവരെയുള്ള ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്നവർ ഞാൻ എഴുതിയണ കാലത്ത് എൻ്റെ മനസ്സ് ഞാൻ ഓർത്തതേ, എനിക്ക് ഈശോനെ സ്വീകരിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ അമ്മച്ചിയായിരുന്നു. അപ്പച്ചനാണ് എല്ലാ കാര്യത്തിനും ഇടപെട്ടെന്നെ പഠിപ്പിക്കണമെങ്കിലും ഈ ഈശോയെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും പള്ളിയിൽ പെരുമാറുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരണത് ദുഃഖ വെള്ളിയാഴ്ച, വലിയ വെള്ളിയാഴ്ച, വലിയ ദിവസങ്ങൾ അപ്പൻ അതിനെക്കുറിച്ച് പറയും. പക്ഷെ അമ്മ അതിനെക്കുറിച്ച് അത് എങ്ങനെ പെരുമാറേണ്ടത്, എങ്ങനെ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ഈശോനെ സ്വീകരിക്കുന്ന വേദപാഠത്തിന് വേണ്ടി വിട്ടപ്പോൾ തന്നെ അമ്മ പറയാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഭയങ്കര കൊതിയായി ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിനെക്കുറിച്ച് കൊതി. എനിക്കാണെങ്കിൽ അതൊക്കെ മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായത് കാരണം എനിക്ക് ഈശോയുമായിട്ട് 2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അപ്പനുമായിട്ട് ഈ 2-3 വയസ്സുള്ളപ്പോൾ ലാവമ്പട്ടം നടക്കാൻ പോകുമ്പോൾ ചെമ്പരത്തിക്കാട്ടിൽ ഈശോനെ കണ്ടായിരുന്നു. പക്ഷെ വലിയ രൂപം കണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഈശോയുമായിട്ട് എന്തോ ഒരു അഫിനിറ്റി ഉണ്ട്. ഈശോയ്ക്ക് എന്നോട് താല്പര്യമോ എനിക്ക് ഈശോനെ ഇഷ്ടമുണ്ടോ ഉണ്ട്. അപ്പോൾ അതാണ് പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഫസ്റ്റ് കമ്മ്യൂണിയനാണല്ലേ. പക്ഷെ ഫസ്റ്റ് കമ്മ്യൂണിയനോട് അടുത്ത സമയത്ത്, ഇത്രയും തീക്ഷണ അടുത്തെങ്കിലുമേ, എൻ്റെ കാല് മുഴുവൻ ചൊറി പിടിച്ചു പോയി. എൻ്റെ എല്ലാ സന്തോഷവും പോയി. അന്ന് എനിക്ക് ദൈവശാസ്ത്രമൊന്നും അറിയത്തില്ല. അപ്പോൾ അതായത് കാല് മുഴുവൻ ചൊറി പിടിച്ചിട്ടേ അത് അവിടെ ഗവൺമെൻറ് ആശുപത്രിയാണ് ഉള്ളത്, ഒരു ചെറിയൊരു ഡിസ്പെൻസറി. അവിടെ പോയി കാല് കാണിക്കും. അപ്പോൾ അവർ ഈ വയലറ്റ് നിറത്തിലുള്ളൊരു മരുന്ന് ഒഴിക്കും. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോഴും വേദനയും ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ മരിച്ചു പിടിച്ച് വേദനയും പഴുപ്പ് ചാടലൊക്കെ ഉണ്ട്. ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് സമയം അടുക്കും തോറും ഇതിൻ്റെ പഴുപ്പും ചൊറിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് സാൻഡൊക്കെ നമ്മൾ സാധനമാണ് ഉള്ളത്, ഈ വെള്ള ഷൂസ് പോലെയുള്ള ഒരു നെയ്ത്ത് തൊട്ടി പോലെ ഇരിക്കുന്ന സാധനം, അതാണ് കാല് പൂട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സോക്സൊക്കെ വാങ്ങിച്ച് സോക്സ് ഇട്ടപ്പോൾ തന്നെ ഈ ചൊറിയുന്ന പഴുപ്പും അതെല്ലാം പുറത്തു പോകുന്നു. സോക്സിൻ്റെ സ്റ്റാൻഡക്സ് കൂടി എടുത്ത് പൂട്ടിക്കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ബെൽറ്റിൽ പൂട്ടണ പോലെയുള്ള ബഗ്ഗുള്ളതാണ്. അവർ പൂട്ടിയ നല്ല വേദന.
കാലകത്തിരുന്ന് പഴുത്ത് വിങ്ങിയണേ. അതിനിടയ്ക്ക് വേറൊരു കോമഡി സംഭവിച്ച്. അപ്പന് ചില്ലറ കലാപരിപാടിയൊക്കെ ഉള്ള കാരണം അപ്പൻ പറഞ്ഞ് ഈ തലയൊക്കെയുള്ള കപ്പോലയില്ലേ ഞാനുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം അപ്പനങ്ങനെ അപ്പന് അതിന് വേണ്ടി കുറേ ഒരാഴ്ച കഷ്ടപ്പെട്ട് കുറേ ലാത്ത പേപ്പറും കമ്പിയൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം ഒരു കോമഡി തോന്നും. അന്ന് ഞാൻ ശരിക്കും ചമ്മിപ്പോയി കുട്ടികളുടെ കൂട്ടത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനാണെങ്കിൽ ഇത് അപ്പൻ ഒറ്റ നിൽക്കുക. കാര്യം അപ്പനോട് എതിർത്ത് പറഞ്ഞാൽ ചിലപ്പോൾ കാരണം കൊണ്ട് അടി കുടിക്കും. അപ്പൻ എങ്ങനെയാണ് അപ്പൻ്റെ സ്വഭാവം അതായത് അപ്പം പറയണ അനുസരിച്ച് പോയില്ലെങ്കിൽ എൻ്റെ തൊഴിലൊക്കെ ഭയങ്കര അടി കിട്ടിയിട്ടുണ്ട്. ഇരിക്കപ്പെടുന്ന അടി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും വേണ്ടിയില്ല അപ്പനിട്ട് ചെയ്യണത്. നോക്കിയപ്പോൾ ഈ വീതിയുള്ള ഒരു കിരീടം ഈ മാതാവിൻ്റെ ഒക്കെ തല വെച്ചേക്കണ കിട്ടിയിട്ടില്ല. അതിൻ്റെ വലിയൊരു ടൈപ്പ് ആ സാധനം ഉണ്ടാക്കിയിരിക്കണേ. എൻ്റെ അമ്മയെ. പിന്നെ അപ്പൻ്റെ സന്തോഷത്തിന് അപ്പം കുറേ മുല്ലപ്പൂ മൊട്ട് 2 മുഴം മൊട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് കിരീടത്തിൻ്റെ ഇടയ്ക്ക് കെട്ടി. അപ്പം വിചാരിച്ചത് പള്ളി വരുമ്പോൾ വിരിയുമെന്നാണ് വിചാരിച്ചത്. ആര് വിരിയാൻ? അതൊക്കെ അപ്പം ഞാനൊരു ശരിക്കും പരിഹാസ രാജാവായിട്ടാണ് പോകണത്. ശരിക്കും കാലേ പഴുപ്പും വേദനയും അതും മുഖത്ത് ശരിക്കും കാണും. പിന്നെ തലയിൽ കിരീടം. അപ്പോൾ കുർബാന സ്വീകരണം എന്ന് പറയണതേ വല്ലാത്തൊരു പീഡാസകനമാണ്. മരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, പീഡാസകനമാണ്. പിന്നെ ഒരു ആൾക്കാരെ നമുക്ക് കളിയാക്കുമല്ലോ. എനിക്ക് പക്ഷേ കർത്താവാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പോഴാണ് ഇതൊക്കെ ചെയ്തത് ഇരിക്കുന്നത്. വളർന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നിന്നെ ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ നിന്നെ ഞാൻ എന്നെപ്പോലെ ആക്കിയായിരുന്നു. പരിഹാസ രാജാവായിട്ട് കാലം മുഴുവൻ കൈ മുഴുവൻ വ്രണമായിട്ട് തലയിലൊരു കോമഡി തൊപ്പിയും ആക്കിയിട്ടാണ് നീ പോയത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഓർക്കും ഭയങ്കര അഭിമാനം തോന്നും. അപ്പനല്ല ചെയ്തത്, കർത്താവാണ് ചെയ്തതെന്ന്. എന്താ കാര്യം? ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഒരു സഹനത്തിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും ഉണ്ടാകും. അത് പുള്ളിക്കാരൻ തന്നെ നമുക്ക് ഈ ആൾക്കാരെ കല്യാണത്തിനൊക്കെ കൊണ്ടുവന്ന് സമ്മാനം തരത്തില്ലേ? കല്യാണത്തിനൊക്കെ കൊണ്ടുവന്ന് നമുക്കൊരു പൊതിയൊക്കെ തരുമല്ല, അതുപോലെ പുള്ളിക്കാരെ കൊണ്ടുവന്ന് തന്നതാണ്. ഇപ്പോഴാണ് ആ സമ്മാനം കിട്ടിയതായിട്ടൊക്കെ ഓർക്കുന്നത്. അന്ന് മുതൽ ഈശോയുമായൊരു ബന്ധമുണ്ട്. എൻ്റെ മക്കളെ, നമുക്കിത് സഹനമാണെങ്കിലും അത് കർത്താവിൻ്റെ കൂടെ സഹിക്കാൻ ഭയങ്കര അതാണ് പൗലോസൊക്കെ ഇത് അഭിനയിച്ച് ആഘോഷിച്ച ആൾക്കാരാണ്. അതാണ് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ. അതിൻ്റെ കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി, ക്രിസ്തുവിനെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. വേണം നമുക്ക് തിരിച്ചു വായിക്കാം. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അതായത് ക്രിസ്തു നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നമ്മുടെ ശരീരത്തിൽ കുറച്ച് കലാപരിപാടി നടത്തും. ദിസ് ഈസ് മൈ ബോഡി എന്ന് ക്രിസ്തു പറയണതാണ്. നമ്മൾ കുർബാനയ്ക്ക് എന്താ പറയണത്? ദിസ് ഈസ് മൈ ബോഡി എന്നല്ലേ, ഇത് എൻ്റെ ശരീരമാകുന്നു എന്നാണ്. ക്രിസ്തു തിരിച്ചും പറയുന്നുണ്ട്. നമുക്കൊരു സഹനം തന്നു കഴിയുമ്പോൾ ക്രിസ്തു പറയും ദിസ് ഈസ് മൈ ബോഡി എന്ന്. അപ്പോൾ നമ്മൾ കുർബാനയായി. പക്ഷേ ക്രിസ്തു നാമത്തിൽ എടുക്കണം, സന്തോഷമായിരിക്കണം സഹനങ്ങളിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി എനിക്കിവിടെ സാക്ഷ്യം നൽകാൻ അവസരം തന്നതിന്. പേര് റിഞ്ചു, അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. 2024 ഏപ്രിൽ 10 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. കാരണം എൻ്റെ മകൻ പൂർണ്ണാരോഗ്യവാനായി ജൂണിൽ ക്ലാസ്സിൽ പോകാൻ വേണ്ടി. അവൻ അങ്ങനെ തന്നെ ജൂൺ 1 തുടങ്ങി അവൻ ക്ലാസ്സിൽ പോയി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ കാണിക്കാം. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ അവൻ്റെ അവസ്ഥ ഇതായിരുന്നു. അതിനുശേഷം അവൻ പൂർണ്ണ ആരോഗ്യവാനായി സ്കൂളിൽ പോയി. സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവൻ നല്ല കുട്ടിയായിരുന്നു. ജാനുവരി 17 2024 ജാനുവരി 17 അവൻ പാമ്പും കോണി കളിക്കുന്നതിനിടയ്ക്ക് ഈ കരു വായലിട്ട് വിഴുങ്ങിയത് കൊണ്ട് അവൻ്റെ ഇവിടെ വന്ന് കിടന്ന് അങ്കമാലി ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി. ആ ക്യാഷ്വാലിറ്റിയിൽ വെച്ച് തന്നെ അവൻ്റെ തൊണ്ട തുളച്ച് സാധനം എടുത്തു. അതെടുക്കാൻ എത്ര ഡിലേ വന്നതുകൊണ്ട് അവൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു. വെൻറ്റിലേറ്ററിലായിരുന്നു അവൻ.
അതെടുത്ത ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞത് അവൻ എത്ര ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കുമെന്നോ അവൻ്റെ ഏതെങ്കിലും ഓർഗന് ബാധിച്ചേക്കാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഒരു ചേച്ചി എനിക്ക് കൃപാസന മാതാവിൻ്റെ കാശുരൂപം തന്നത്. അപ്പം തുടങ്ങി ഞാൻ നന്മ നിറഞ്ഞ മറിയും എത്രയും തീളമാതാവും ചൊല്ലി ഞങ്ങൾ ആംബുലൻസിൽ അമൃതയിലോട്ട് പോയി. അമൃതയിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം 8 മണിക്ക് ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു 10:30 ഞാൻ വെൻറ്റിലേറ്റർ എടുത്ത് നോക്കും, അവൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്ററിൽ നിന്ന് അവനെ മാറ്റാം. അങ്ങനെ 10:30 അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റി. അവൻ ഓക്കെ ആയി. അപ്പോൾ ഡോക്ടർ 10:30 എന്നോട് വന്നു, അവൻ കുഴപ്പമില്ല, ഒന്ന് അവൻ്റെ മെമ്മറി ടെസ്റ്റ് ചെയ്യാം, അവൻ എന്തെങ്കിലും ഓർഗൻ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ. ഞാൻ ചെന്നു, അവൻ എന്നെ ഓർമ്മയുണ്ട്, ഞാൻ ചോദിച്ചതിനൊക്കെ അവൻ ഉത്തരം പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ ലെവൽ കുറഞ്ഞതുകൊണ്ട് 3 ദിവസത്തിനുള്ളിൽ അവന് ഫിക്സ് വരുമെന്ന്. ഞങ്ങൾ PIC തന്നെ കിടന്നു. ആ ദിവസങ്ങളിൽ ഞാൻ നന്നായി പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടിയ അവസരമായിരുന്നു. അവൻ്റെ ഈ അവസ്ഥ അറിഞ്ഞ് മെസ്സേജ് പാസേജ് ധാരാളം പ്രാർത്ഥനകൾ അവന് കിട്ടി. അതിൻ്റെ ഫലമായി 3 ദിവസം അവർ നോക്കിയിട്ടും അവന് ഫിക്സ് വന്നില്ല. ഞങ്ങൾ 4ാമത്തെ ദിവസം വാർഡിലോട്ട് മാറ്റി. ഞായറാഴ്ച ഉച്ചയായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് തലവേദന എടുക്കുന്നു. അപ്പം ഞങ്ങൾക്ക് നേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് ഡോക്ടറെ വിളിച്ച് ഒരു പാരസെറ്റമോളിൻ്റെ പകുതി കൊടുത്തു. പക്ഷേ അവന് വേദന മാറിയില്ല. ഒരു വൈകുന്നേരം ആയപ്പോൾ അവന് ഫിക്സ് വന്നു. ഫിക്സ് വന്ന് വീണ്ടും അവനെ PICയിലോട്ട് മാറ്റി. PICയിൽ മാറ്റി പിറ്റേ ദിവസം ഞാൻ അവനെ കാണുമ്പോൾ അവൻ്റെ കാലും കൈയും കെട്ടിയിട്ടേക്കാണ്. അവൻ്റെ മൂവ്മെൻറ്റ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വലിച്ച് സാധനങ്ങൾ വലിച്ച് നേരെ കിടത്തിയാൽ ഇറങ്ങിപ്പോകുന്നു, കസേരമിരുത്ത് ഊർന്നു പോകുന്നു, അവനറിയാണ്ട് മൂത്രം പോകുന്നു, അവനറിയാണ്ട് തുപ്പിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഡോക്ടർ MRI സ്കാൻ ചെയ്തു. അവൻ്റെ മൂവ്മെൻറ്റിനെയാണ് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവന് ഫിസിയോതെറാപ്പി നമുക്ക് നോക്കാം. ഫിസിയോതെറാപ്പി ചെയ്താലാണ് ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഫിസിയോതെറാപ്പി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് പോയി അതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് അവൻ പയ്യെ എഴുന്നേറ്റ് നിന്നു തുടങ്ങി. ഒരാഴ്ച ഫിസിയോതെറാപ്പിസ്റ്റിൽ വരാൻ കോൾഡ് ആയതുകൊണ്ട് ആ മാഡം വന്നില്ല. പിറ്റേ ദിവസം അവൻ്റെ മൂവ്മെൻറ്റ് കൂടി തുടങ്ങി. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് നമുക്കൊന്ന് ഉടമ്പടി, ഞാൻ കൃപാസനത്തിൽ വരുന്നുണ്ട്, നീയും വരുന്നു, നമുക്കൊന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഏപ്രിൽ മാസം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അതിന് ശേഷം ഞങ്ങൾ വേറെ സെക്ഷനിൽ ഫിസിയോതെറാപ്പി പോയപ്പോൾ ആ മാഡം പറഞ്ഞു 10 വയസ്സിനുള്ളിൽ ഇവൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അവന് 8 വയസ്സുള്ളപ്പോഴാണ് ഇത് വന്നേ. കറക്റ്റ് ഞങ്ങൾ ജൂണിലായപ്പോൾ അവൻ്റെ എല്ലാ മൂവ്മെൻറ്റും മാതാവ് നേരെയാക്കി തന്നു. അവനൊരു പ്രശ്നമില്ല. അവൻ നല്ല കുട്ടിയാണ്, എല്ലാത്തിനും ക്ലാസ്സിലും എടുക്കാനാണ്, എല്ലാത്തിനും ദൈവമാതാവ് അവനെ ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവും, എല്ലാ മാസവും കുമ്പസാരിക്കും, പറ്റുന്ന സഹായങ്ങൾ എല്ലാവർക്കും ചെയ്യും. അവനെയും ഞാൻ എല്ലാ ദിവസവും തന്നെ മാക്സിമം പള്ളിയും കൊണ്ടുപോകാൻ നോക്കും. ദൈവമാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് റിഞ്ചു ജോസഫ് അങ്കമാലി തൻ്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിരുന്നു. കാരണം ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുക ഈ മകൻ്റെ തന്നെ വന്നുപോയ ഒരു അപകടം തന്നെയാണ്. ഒരു കരുവിഴുങ്ങുവാനും അതിനെ തുടർന്നുണ്ടായ ത്രോട്ട് ഓപ്പറേഷൻ ചെയ്യുകയും അതിനെ തുടർന്ന് വെൻറ്റിലേറ്ററിൽ ആകുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ തുടർന്ന് തന്നെ ഡോക്ടറിൻ്റെ മറുപടി പ്രകാരം, കാരണം ഇതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അവയവങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. എന്നാൽ തുടർന്ന് 5 ദിവസത്തിന് ശേഷം ഫിക്സ് വരികയും ഫിക്സിന് ശേഷമാണെങ്കിലും ഇവൻ്റെ ശരീരം തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് വരിക. കസേരയിരുന്നാൽ ഊർന്നു വീഴുക, തുപ്പുക, അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നായ ഒരു ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസത്തിലൂടെയാണ് ഇവിടെ വരിക. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണത്തിലൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം, കാരണം 10 വയസ്സിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാമെന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റിലെല്ലാം പറഞ്ഞതെങ്കിലും
ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകനെ പഴയ രൂപത്തിൽ ഈ അമ്മയ്ക്ക് തിരിച്ചു നൽകുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഉറച്ചൊരു വിശ്വാസവും ഉടമ്പടിയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ചേർത്തിർത്തിയുള്ള ഒരു ജീവിതം തന്നെയാണ് ഈ മകൾക്ക്, ഈ മകനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. നമുക്കും പരിശുദ്ധ അമ്മയുടെ നന്ദിയോടൊരു പ്രാർത്ഥിക്കാം. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ അമ്മയും മകനെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തണമേ എന്നും ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.